ഈ ചർച്ചകളൊക്കെ തന്നെ ചില പൊതുബോധം എന്ന് പറയുന്ന അബദ്ധധാരണകളുടെ പുറത്താണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് വരൽ മാത്രമല്ല. കേരളത്തെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പിണറായി വിജയൻ നിരന്തരം പറയുന്ന ആ വാക്കിലൂടെയാണ്. സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളതാണ്. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഇടതുപക്ഷ മനസ്സുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിഭിന്നമായിരിക്കുന്നതും. ആ ഇടതുപക്ഷ മനസ്സ് കോൺഗ്രസ് പാർട്ടി പോലും വലിയൊരു പരിധിവരെ സ്വാംശീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ BJP-കാർക്ക് പോലും ഒരു പരിധിവരെ അതിനോട് സമരസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചില ഘട്ടങ്ങളിൽ വല്ലാത്ത കാർക്കശ്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിച്ചിട്ടുള്ളത് സത്യമാണ്. പക്ഷേ കേരളത്തിലെ വ്യവസായ മേഖലയിൽ സ്വകാര്യ മേഖല ഇല്ല, വളരെ കുറവാണെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. കാരണം എന്താ അറിയോ? കേരളത്തിൽ ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന 4 മേഖലകൾ: ഹെൽത്ത്, എഡ്യൂക്കേഷൻ, IT, ടൂറിസം. നോക്കൂ നിങ്ങൾ, ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളെക്കാൾ സ്ട്രോങ് ആണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ. എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ ദിവസം ബിന്ദു മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, 80% ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. IT-യിൽ 90% നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്താണെങ്കിലും അതിലുള്ള ഓൺട്രപ്രീനേഴ്സ് 90% സ്വകാര്യ മേഖലയിലുള്ളതാണ്. ടൂറിസത്തിൽ 95% സ്വകാര്യ സംരംഭകരാണ്. ഇവരൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ ഈ പീക്ക് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന പോലെ നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്നത് ഒരു വരവേൽപ്പ് സിനിമയും ഇത്തരത്തിലുള്ള ചെറിയ ഇൻസിഡൻസും ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രതിപക്ഷം ഇന്ന്, അല്ലെങ്കിൽ VD സതീശൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നതെന്ന് നമുക്കറിയാം. 2 ആഴ്ചയായി ബഹളം തുടങ്ങിയിട്ട് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ആഗോള റാങ്കിംഗ് കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് കേരളം ലോകത്തില്, അതായത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ 46% വളർച്ച കൈവരിച്ച സമയത്ത് കേരളത്തിൻ്റെത് 254% എന്നുള്ള കണക്കുകളൊക്കെ പറഞ്ഞ് ബഹളം ഒരു ആർട്ടിക്കൽ വന്ന സമയത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തോട് പറഞ്ഞ് മിണ്ടാതിരിക്കൂ, ശശി തരൂർ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. ഇനി ഇതിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും അത് സ്വാഗതാർഹമാണ്. ഇതെനിക്ക് പറയേണ്ടി വന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി പിന്നെയും കളവ് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. 2 തരത്തിലുള്ള കളവ് പറയണം. ഒന്ന്, ഞാൻ പറയാത്ത കാര്യം പറയാന്നുള്ളതാണ്. EP ജയരാജൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തിയിരുന്നു. അതിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ കാലത്ത് പ്രോഗ്രാംസിന് വരുന്ന ആളുകളുടെ മൂഡും ഇപ്പോൾ വരുന്ന ആളുകളുടെ മൂഡും രണ്ടാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞ കിറ്റെക്സ് കേരളം വിട്ടു. അതായത് വാട്സപ്പിൽ അടിച്ചുവിടുന്ന പോലെ ഒരു സാധനം കോൺഗ്രസിന് പ്രതിനിധി അടിച്ചുവിടുകയാണ്. കിറ്റെക്സിന് കേരളത്തിലും തെലുങ്കാനയിലുമാണ് ഫാക്ടറികളുള്ളത്. കേരളത്തിലെ ഫാക്ടറി അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം അവർ തെലുങ്കാനയിൽ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഒരുപക്ഷെ ഗ്ലോബലി തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ജ്വല്ലറി ബ്രാൻഡാണ് മലബാർ ഗോൾഡ്. 350 സ്റ്റോർ എങ്ങാണ്ടായി. കേരളത്തിൽ കുറച്ച് സ്റ്റോറുകളേ ഉള്ളൂ. അവർ ലോകത്തിന്റെ പല ഭാഗത്തുമാണ് സ്റ്റോറുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലബാർ ഗോൾഡ് കേരളം വിട്ടു എന്നല്ലല്ലോ. അതേപോലെ കിറ്റെക്സിന്റെ കേസിൽ അയാൾക്ക് വേറെ കുറച്ച് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളെ മീഡിയയുടെ വലിയ സപ്പോർട്ടും കിട്ടിയോണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് ഇക്കോളജിയും ഇക്കോണമിയും ഇക്വിറ്റിയും, ഇത് 3 കൂടി ചേരുമ്പോഴാണ് സസ്റ്റൈനബിൾ ആവുക. അല്ലാതെ പച്ച എന്നുള്ളതല്ല. ഈ 3 കാര്യങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് പീപ്പിൾ, നേച്ചർ, ഇൻഡസ്ട്രി, ഈ 3 കീവേഡ്സും സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പം ശ്രമിക്കുന്നത്, ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രഖ്യാപനങ്ങളല്ല, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ മേജർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള സമ്മിറ്റാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇട്ട കല്ലും P. രാജീവ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺവേർഷൻ റേറ്റ് എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം എങ്ങനെ നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അത് നാഷണൽ ഹൈവേയുടെ കേസിൽ നമ്മളെ കണ്ടതാണ്. നാഷണൽ ഹൈവേ 66 കേസിൽ നമ്മളെ കണ്ടതാണ്. സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നേതാവായ ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ്. നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിയതാണ്. അന്നും ഗഡ്കരി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി. LDF-ഉം പിണറായി വിജയനും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് റിയാലിറ്റി ആയത്. ഒരു കൊല്ലത്തിനുള്ളത് റിയാലിറ്റി ആവാൻ പോവാണ്. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതി നോക്കൂ നിങ്ങൾ. BJP-യും കോൺഗ്രസും സകലമാന വലതുപക്ഷ കക്ഷികളും പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുടക്കിയതാണ്. ഇന്ന് ആ വേദിയിൽ വെച്ച് പീയൂഷ് ഗോയലിന് ഒരു വരിയാണെങ്കിൽ ഒരു വരി ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് സിൽവർ ലൈൻ എന്ന് പരാമർശിച്ചു എന്നുള്ളിടത്താണ്
എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ് LDF കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന. സ്കൂളുകൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ നന്നാക്കുകയാണ്, ആശുപത്രികൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ ആശുപത്രികൾ നന്നാക്കുകയാണ്, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യാണ്. കണ്ണൂരിൽ വിമാനത്താവളം വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാത്രാ വിമാനം ഇറങ്ങുന്നു എന്നാണ്, മറ്റേ മിലിറ്ററി ഫ്ലൈറ്റ് വന്ന് പോവുക എന്നുള്ളതല്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. വ്യാവസായിക വികസനത്തിന് ചാലകശക്തിയാകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പ്രേംകുമാർ വളരെ ആർജവത്തോടു കൂടി പറയുന്നത്.